കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മണി പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസും നമ്മളത് റീപോർട്ട് ചെയ്യുന്നൊരു വീഡിയോയും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ പോട്ടുകളിലാക്കിയിട്ട് നല്ല മനോഹരമായിട്ട് നമ്മൾ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ പ്ലാന്റാണ് മണി പ്ലാന്റ് അല്ലെങ്കിൽ പത്തോസ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഫ്ലവറിങ് പ്ലാന്റ്സ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് വീട്ടിൽ നല്ലൊരു ഡെക്കറേറ്റീവായിട്ട് നമ്മളെ വിൻഡോ സൈഡിൽ അതുപോലെ തന്നെ ബാൽക്കണി ഏരിയയിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് മണി പ്ലാന്റും പോത്തോസ് പ്ലാന്റുമാണ് ഇന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നമ്മളടുത്ത് വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് ഉണ്ട്, ഗോൾഡൻ മണി പ്ലാന്റ് ഉണ്ട്, അതുപോലെ തന്നെ സിൽവർ സാറ്റോൺ മണി പ്ലാന്റ് ഉണ്ട്, പിന്നെ നിയോൺ പത്തോസ് ഉണ്ട്, അതുപോലെ തന്നെ മാർബിൾ, മഞ്ജുള തുടങ്ങിയ പല പല വെറൈറ്റികളുണ്ട്. വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടികളാണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത്. നമുക്ക് വാട്ടർ പ്രൊപ്പഗേഷനായിട്ടും അതുപോലെ തന്നെ മണ്ണിലും ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് പല മെത്തേഡിലും ഈ ചെടി വളർത്തിയെടുക്കാമെന്നുള്ളതാണ്. ഹാങ്ങിങ് പോട്ടിൽ വെച്ച് കൊടുത്ത് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഇതുപോലെ ഒരു പോട്ട് എടുത്തിട്ട് അതിൽ കുറേ ചില്ല കുഴിച്ചിട്ടിട്ട് നല്ല ബൾക്കായിട്ട് ബുഷിയായിട്ട് ഹാങ് ആവാത്ത രീതിയിൽ വളർത്തി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാട്ടർ പ്ലാന്റായിട്ട് നല്ല ഗ്ലാസ് ബോട്ടിലൊക്കെ വെച്ചിട്ട് ആ രീതിയിലും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് റിങ് മോഡൽ, ആർച്ച് മോഡലിൽ ഒക്കെ വളച്ചു കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ നമ്മളിത് പല വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബുഷിയായിട്ട് അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു പോട്ടിൽ നടുവിൽ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളടുത്തുള്ള ബുഷിയായിട്ട് വളർത്തിയിട്ടുള്ളൊരു കളക്ഷനാണ് ഇത്. നിയോൺ പോത്തോസ് ആണ്. പിന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് മഞ്ജുള പത്തോസ് ആണ്. ഇതിൻ്റെ ലീഫിൻ്റെ ഒരു ഷേപ്പ് നോക്കിയാൽ മനസ്സിലാവും, ഒരു ഹാർട്ട് ഷേപ്പിലാണ് വരുന്നത്. ഇത് നമ്മൾ ഓരോരോ ലീഫ് നോഡ് കട്ട് ചെയ്തിട്ട് കുഴിച്ചിട്ടിട്ടായിരുന്നു. ഇപ്പോൾ ഓരോ ലീഫ് നോഡിന്നും ഒരുപാട് ഇലകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതുപോലെ പത്തോസ് പ്ലാന്റ് ഇതുപോലെ ഒരു റിംഗ് ഷേപ്പിൽ അതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പിലൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ആദ്യം ഒരു ചെറിയ പോട്ടിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു കമ്പിയോ വയറോ നമ്മളിതുപോലെ വളച്ചിട്ട് സെറ്റ് ചെയ്തതാണ്. ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ, ഒരു വെറൈറ്റി ലുക്ക് തന്നെയായിരിക്കും. ഇതതുപോലെ തന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഈ ഒരു എൻജോയ് പത്തോസാണ് ഇപ്പോൾ ഇത്. ഈ എൻജോയ് പത്തോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. നല്ലൊരു ഓഫ് വൈറ്റ് അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് നല്ല ബൾക്കായിട്ടും ബുഷിയായിട്ടും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റാണ് ഈ എൻജോയ് പത്തോസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വെറൈറ്റി ആയിട്ട് നമ്മളെ വീടിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊടുക്കുന്നൊരു പ്ലാന്റാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മാർബിൾ പോത്തോസാണ്. നല്ലൊരു ഗ്രീന് അതുപോലെ തന്നെ ഒരു യെല്ലോ വൈറ്റ് കളറിലാണ് ഇതിൻ്റെ മിക്സിങ്, ലീഫിൻ്റെ ഒരു കളർ മിക്സിങ് വരുന്നത്. ഇത് നമ്മളൊരു പോട്ടിൽ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എല്ലാവരും അടുക്കളയിൽ നമ്മളെ കിച്ചൺ ഏരിയയിലൊക്കെ വിൻഡോ സൈഡിലൊക്കെ നല്ല ഭംഗിയായിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ലിവിങ് റൂമിൽ, ബെഡ്റൂമിൽ എല്ലാവരും വെച്ച് കൊടുക്കുന്ന ചെടിയാണ്. ഇതൊരു ഫിലഡൻഡ്രോൺ വിഭാഗം കേട്ടോ, ബ്രസീലിയൻ ഫിലഡൻഡ്രോൺ എന്ന് പറയും. പിന്നെ ഇത് നമ്മുടെ സാധാ ഒരു മണി പ്ലാന്റ് ആണ്, ഗോൾഡൻ മണി പ്ലാന്റ് ആണ്. ഒരു ഗ്രീനും അതുപോലെ തന്നെ ഒരു യെല്ലോ ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ഇതിൻ്റെ മിക്സിങ് വരുന്നത്. ഇതായിരുന്നു പണ്ട് എല്ലാ വീട്ടിലുള്ളായിരുന്നു. പിന്നെയാണ് ഓരോ വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റുകളൊക്കെ ഇപ്പോൾ നമുക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മളെടുത്തുള്ള കളക്ഷൻസാണ്. ഇതുപോലെ നിങ്ങൾക്ക് ബുഷിയായിട്ട് ഇതിപ്പോൾ നമ്മളൊരു പോട്ടിൽ തന്നെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ആ സ്റ്റിക്കിന് ചുറ്റിയായിട്ട് വളർത്തിയെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള മഞ്ജുള പോത്തോസ് ഉണ്ട്. ഇത് നമ്മളടുത്ത് വേറൊരു പോട്ടിലുള്ളതാണ്. ഇത് നമ്മൾ ഔട്ട്ഡോറായിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഔട്ട്ഡോറായിട്ട് വെക്കുമ്പോൾ കൂടുതൽ സൺലൈറ്റൊക്കെ കിട്ടുന്ന നേരത്ത് അതിൻ്റെ ലീഫിന് ചില വേരിയേഷൻസൊക്കെ വരും. അപ്പോൾ ഇതിൽ ഒട്ടുമിക്കതും ഗ്രീനിനെക്കാട്ടിയും കൂടുതൽ ആ ഒരു യെല്ലോ വൈറ്റ് കളറ് മിക്സ് ചെയ്തിട്ടുള്ള ലീഫാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു സൺലൈറ്റിലേക്ക് വെക്കുമ്പോൾ ഇതിൻ്റെ ലീഫിന് അതിനനുസരിച്ചുള്ള വെറൈറ്റി കാണും. ഇപ്പോൾ ഇൻഡോറിൽ വെക്കുകയാണെങ്കിൽ ഒരു പാർഷ്യലായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ പ്ലേസ് ചെയ്താൽ കുറച്ചും കൂടി ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരും. പിന്നെ വാട്ടർ പ്ലാന്റൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് കാലം കൂടുമ്പോൾ ഒന്ന് വെള്ളം മാറ്റാൻ ശ്രദ്ധിക്കാം. ഇത് നമ്മളൊരു പോട്ടിലേക്ക് കുറച്ച് നിയോൺ പത്തോസ് ഒന്ന് പോട്ട് ചെയ്യുന്ന രീതിയാണ് കാട്ടുന്നത്. നല്ലൊരു വൈറ്റ് പോട്ട് എടുത്തിട്ട് നമ്മൾ പോട്ടി മിക്സ് നിറച്ച ശേഷം നിയോൺ പത്തോസ് എടുത്തിട്ടുള്ള പീസുകൾ നമ്മൾ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നതാണ്. ഇത്രയാണ് നമ്മൾ ഇതുപോലെ ഓരോ പോട്ടും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല, മണ്ണും ചാണകപ്പൊടിയും മാത്രമാണ്. ഈ മണി പ്ലാന്റിനൊന്നും വളങ്ങൾ തന്നെ വേണ്ടാന്ന് തന്നെയാണ്.
സാധാ ഒരു ഗാർഡനിങ് സോയിൽ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഇതുപോലത്തുള്ള ഡെക്കറേറ്റീവ് ആയിട്ടുള്ള വൈറ്റും ബ്ലാക്കും ഒക്കെ സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആദ്യം വെച്ച് കൊടുത്തതിന് ശേഷം ആദ്യത്തെ കുറച്ച് ദിവസം ഒന്ന് കുറച്ചൊരു ഷെയ്ഡുള്ളൊരു ഏരിയയിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചെടി ഒന്ന് പിടിച്ച് ഒരു പുതിയ ഇലകളൊക്കെ വന്ന് തുടങ്ങിയാൽ നമുക്കൊരു പാർഷ്യലായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയൊക്കെ വെച്ച് കൊടുത്താലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുകയും വേണം. ഈ എൻജോയ് പൊത്തോസൊക്കെ നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നീളത്തിൽ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാതെ കട്ട് ചെയ്ത് ബുഷിയായിട്ട് വളർത്താമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ താഴേക്ക് വന്ന പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കുത്തി വെച്ച് കൊടുത്താൽ മതി. അതുപോലെ ഹാങ്ങിങ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ട്രയോ പോട്ടാണ്. ഒരു പോട്ടിന് 3 ഹോള് വന്നിട്ടുള്ളതാണ്. 3 ഹോളിൽ നമ്മൾ 3 വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. മാർബിള്, മഞ്ജുള, അതുപോലെ തന്നെ സിൽവർ സാറ്റേൺ എന്ന് പറയുന്നൊരു വിഭാഗം. അപ്പോൾ ഇങ്ങനെയും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അല്ലാതെ തന്നെ എൻജോയ് പോത്തോസ് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഹാങ്ങിങ് ആയിട്ട് മണി പ്ലാന്റുകളൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള മെത്തേഡുകളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.